രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അരുൺ ജെയ്റ്റ്ലി നാളെ കേരളത്തിലെത്തും. സിപിഎമ്മിനെതിരെ ദേശീയ തലത്തിൽ നടക്കുന്ന സംഘടിത നീക്കത്തിന്റെ ഭാഗമായാണ് സന്ദർശനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് RSS രംഗത്തെത്തിയതും BJP എംപിമാർ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനകളും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേന്ദ്രഭരണം വെച്ച് വിരട്ടാൻ നോക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിരട്ടാൻ നോക്കിയാൽ സ്വയം പരിഹാസ്യരാകേണ്ടി വരും. RSS സഹസംഘചാലകന്റെ ആഗ്രഹം കേരളത്തിൽ വേവില്ലെന്നും മുഖ്യമന്ത്രി കൊല്ലത്ത് പറഞ്ഞു. ചർച്ചയിൽ BJP നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, CPM നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു, മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കണ്ണൂരിലെ അക്രമ സംഭവങ്ങളുടെ തുടർച്ചയായി ഗവർണർ രാഷ്ട്രപതിക്കും കേന്ദ്ര സർക്കാരിനും സമർപ്പിച്ച റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് ക്രമാനുഗതമായി ഓരോന്നോരോന്നായി ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ കേന്ദ്ര സർക്കാർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് രാജേഷിൻ്റെ കൊലപാതകത്തിൻ്റെ തുടർച്ചയായി ഇവിടെ ഒരു കൊലക്കളമാണ് കേരളം എന്ന പ്രചാരണം നടത്തുകയും ലോക്സഭയിൽ അടക്കം നമ്മൾ കണ്ട ഒരുപക്ഷെ നുണപ്രചാരണങ്ങൾ അടക്കം നടത്തുകയും അതിൻ്റെ തുടർച്ചയായി ജെയ്റ്റ്ലി കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്ന സംഭവം അടക്കമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതെല്ലാം രാഷ്ട്രപതി ഭരണത്തിലേക്കുള്ള നടന്നെടുക്കലാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പ്രചണ്ഡമായ ഒരു പ്രചാരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് ആ നിലയ്ക്ക് CPM ഉൾക്കൊള്ളുന്നുണ്ടോ? അതിനെ പ്രതിരോധിക്കാനുള്ള എന്ത് നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? BJPക്കും RSSനും വഴങ്ങാത്ത ഒരു സംസ്ഥാനമാണ് കേരളം, വഴങ്ങാത്ത ഒരു ജനതയാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് കണ്ടിട്ട് കേരളത്തെ കായിക ശക്തി ഉപയോഗിച്ച് കേന്ദ്ര ഭരണം ഉപയോഗിച്ച് തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കശാപ്പിലേക്കായിരിക്കും ചെന്നെത്തുന്നത്. അത്ര എളുപ്പമല്ല. മുമ്പൊരിക്കൽ കേരളത്തിൽ 1957 അധികാരത്തിൽ വന്ന EMS ഗവൺമെൻറ്റിനെ 59 ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ച്. അത് അബദ്ധമായിപ്പോയി, തെറ്റായിപ്പോയെന്ന് ഏത്തമിടുകയാണ് ചെയ്ത് ഡിസ്മിസ് ചെയ്ത ആളുകൾ. മേലാൽ ഒരിക്കലും അത് ആവർത്തിക്കില്ല എന്നവർ പറഞ്ഞതാണ്. അതേ നിലപാടാണ് BJP സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അന്നൊരു ഭരണസ്തംഭനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ്. ക്രമസമാധാന തകർച്ചയുടെ പേരിലാണ് കേരളത്തെ ഡിസ്മിസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഗവർണർ റിപ്പോർട്ട് വാങ്ങി കരുക്കൾ ഒരുക്കുന്നതെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് ആദ്യം പിരിച്ചുവിടേണ്ടത് മധ്യപ്രദേശിലെ ഗവൺമെൻറ്റിനെയാണ്, UPയിലെ ഗവൺമെൻറ്റിനെയാണ്, ഗുജറാത്തിലെ ഗവൺമെൻറ്റിനെയാണ്. ഗുജറാത്തിലുള്ള ആയിരക്കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്തിട്ട് ആ ഗവൺമെന്റ് പിരിച്ചുവിട്ടില്ല. ശ്രീ ആനത്തലവട്ടം, അങ്ങനെ നോക്കിയാൽ തീർച്ചയായും ഈ കണക്കുകളിലെല്ലാം മറ്റു പല സംസ്ഥാനങ്ങളുമാണ് വളരെ വളരെ മുന്നിൽ. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യ മുഴുവൻ കേരളമാണ് കൊലക്കളം, കില്ലിംഗ് ഫീൽഡ് എന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കുകളെക്കുറിച്ച് നമ്മൾ തൽക്കാലം ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് കരുതുന്നത്. ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുന്നത് RSS അതിക്രമങ്ങൾ നിർത്തണം. ഇവിടെ ചില സംഭവങ്ങളുണ്ടായതിനെ തുടർന്ന് സർക്കാർ ചില നടപടികളെടുത്തിട്ടുണ്ട്, പാർട്ടികൾ ചില നടപടികളെടുത്തിട്ടുണ്ട്. ഇന്നും കണ്ണൂരിൽ CPM സംസ്ഥാന സെക്രട്ടറിയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മൻ രാജശേഖരനും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് കണ്ണൂരിൽ നടക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. അത് താഴോട്ട് പോയി താഴെ ഘടകങ്ങളിലടക്കം ആ സന്ദേശം എത്തിക്കാൻ അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നമുണ്ടായാൽ കൂടിയാലോചിച്ച് പരിഹരിക്കുക എന്നാണ് ലോകം സ്വീകരിച്ചുള്ള മാതൃക. അത് തന്നെയാണ് ഇവിടെയും എടുക്കുന്നത്. ഇവിടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, കേരളത്തിലെ സാഹചര്യത്തിൽ ഇതൊക്കെ കേരളത്തിൽ തന്നെ പരിഹരിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കാം, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ തന്നെ കണക്കെടുക്കാം. മറ്റു പല സംസ്ഥാനങ്ങളുമാണ് ആ കാര്യത്തിലൊക്കെ മുന്നിൽ കേരളത്തേക്കാൾ. അതിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമാണ്. ഇവിടെ പക്ഷേ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ കേന്ദ്ര ഇടപെടൽ വല്ലാതെ ഉണ്ടാകുന്നു. കേരളത്തെ പൂർണ്ണമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ പാർലമെന്റിൽ നിങ്ങൾ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. ഈ നിലയ്ക്കൊക്കെ ദേശീയ തലത്തിൽ തന്നെ, അല്ലെങ്കിൽ ദേശീയ തലത്തിലെന്നല്ല, ഈ ഇംഗ്ലീഷ് മാധ്യമങ്ങളുടെയൊക്കെ ഈ പ്രചാരണം ഒരുപക്ഷെ ഇന്ത്യക്ക് വെളിയിലേക്കും വഷളാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ കേരളത്തെ? അതായത് ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുറത്തല്ല. കേരള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ. ഞങ്ങൾ 11 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ട്. 7 സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷി ഭരണമുണ്ട്. 282 പാർലമെൻറ്റേറിയന്മാരുണ്ട്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം,
ഈ കൊച്ചു കേരളവും ത്രിപുരയും മാത്രമാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തിൻ്റെ കയ്യിലുള്ളത്. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന, അതല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രവർത്തനമുള്ള ഏക സ്ഥലം കണ്ണൂർ ജില്ലയാണ്. ആ കണ്ണൂർ ജില്ലയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പഞ്ചായത്തിനകത്ത് ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം കൊലപാതകങ്ങൾ നടക്കുന്നു. ആ ജില്ലയിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. ഏകപക്ഷീയമായി 4 കൊലപാതകങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നടന്നതിന് ശേഷവും മുഖ്യമന്ത്രി വിളിക്കുന്ന സമാധാന ചർച്ചയ്ക്ക്, സമവായ ചർച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. ആ ചർച്ചയിൽ ഞങ്ങൾ സമാധാനം വേണം എന്നാവശ്യപ്പെടുന്നു. ചർച്ചയുടെ മഷി ഉണങ്ങുന്നതിന് മുൻപ് വീണ്ടും അടുത്ത കൊലപാതകം ഉണ്ടാകുന്നു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കുന്നു. അടിച്ചു തകർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലറും ഗുണ്ടയും ഒരുമിച്ച് രംഗത്ത് വരുന്നു. അതിനെ തുടർന്ന് വീണ്ടും തിരുവനന്തപുരം ജില്ലയിലേക്ക് അക്രമം അത് നമ്മൾ ഓരോ ഘട്ടത്തിലും അത് ചർച്ച ചെയ്ത് വന്നതാണല്ലോ. ഇപ്പോൾ ജെയ്റ്റ്ലിയുടെ സന്ദർശനത്തിന്റെ തുടർച്ചയിൽ ഇവിടെ നടക്കുന്ന ചർച്ചയിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കേരളത്തെ എത്തിക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ട് എന്ന് BJPയും RSSും ആവർത്തിച്ചു പറയുന്നു. ആ സാഹചര്യത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ ചർച്ച തുടരേണ്ടതും. തീർച്ചയായും ഈ സംഭവങ്ങൾ, ഇങ്ങനെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും CPMന്റെ പ്രതിനിധികളായി ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കഴിഞ്ഞ 2-3 ദിവസമായി ഇംഗ്ലീഷ് മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ശ്രദ്ധിക്കുകയാണ്. പങ്കെടുക്കുന്നവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായി ഞങ്ങളെ കൊന്നൊടുക്കുകയാണ് CPM എന്നാണ് BJP ആരോപിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, പാർലമെന്റിൽ ഒരൊറ്റ CPMകാരനെ പോലും RSS കൊന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ്. വാർത്താ സമ്മേളനങ്ങളിൽ അത് തന്നെ ആവർത്തിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെ വ്യാജ വിവരങ്ങൾ ഇതിനും അപ്പുറത്ത് പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഈ നിലയ്ക്ക് എന്തിനാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? ഇങ്ങനെ അത് രാഷ്ട്രപതി ഭരണം എന്ന ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആസൂത്രിതമായ പ്രവർത്തനം എന്ന് തന്നെ അതിനെ വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ ഈ വാർത്തയുടെ തുടക്കത്തിൽ തന്നെ ശ്രീമാൻ ഹർഷൻ പറഞ്ഞത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. താങ്കൾ പറഞ്ഞത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും വേറൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിലുള്ള ഒരു കൊലപാതക പരമ്പരയും നടക്കുന്നില്ല. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഞങ്ങൾ ഭരിക്കുന്ന ഈ 18 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ കൊലപ്പെടുത്തണ്ടേ? നേരെ മറിച്ച് കേരളത്തിൽ ആ കൊലപാതകത്തിന്റെ കണക്കിലേക്ക് ഞാൻ വരുന്നില്ല. അപ്പൊ നിങ്ങൾ അവതരിപ്പിക്കുന്ന പോലും തെറ്റാണ്. എനിക്ക് ഇടപെടാൻ അവസരം തരണം. കാരണം ഈ കണക്ക് ശരിയാണ്, അവിടെയെങ്ങും CPM പ്രവർത്തകർ കൊല്ലപ്പെടുന്നില്ല. കാരണം അവിടെയൊക്കെ CPM നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ബദലാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ശത്രുതയോടെ കാണേണ്ട ഒരു സാഹചര്യം ഒരുക്കുന്ന പാർട്ടിയല്ല. പക്ഷേ അവിടെ കോൺഗ്രസ്സുകാർ കൊല്ലപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിക്കാർ കൊല്ലപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ BSPക്കാർ കൊല്ലപ്പെടുന്നുണ്ട്, അവരെ BJPക്കാർ കൊല്ലുന്നുമുണ്ട്. അതില്ല എന്ന് പറയരുത്. കാരണം കണക്കെൻ്റെ കയ്യിലുണ്ട്. 2015 മുതലുള്ള വരെയുള്ള 2015 രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം 95 ഉത്തർപ്രദേശിൽ മാത്രം നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ 28. ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്നത് 15. അതിനു പിന്നിൽ കേരളമാണ് 12 കൊലപാതകങ്ങളോടെ. മധ്യപ്രദേശാണ് അതിനും പിന്നിൽ. അത് സാധാരണ മധ്യപ്രദേശ് അതിന് മുൻപിൽ എത്തേണ്ടതാണ് എന്ന് വിദഗ്ധർ പറയുന്നു. എന്തായാലും ഈ നിലയ്ക്കാണ് ആ കണക്ക് പുരോഗമിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഞാൻ മറ്റു കൊലപാതകങ്ങളുടെ ഒന്നും കണക്കിലേക്കില്ല പോകുന്നത്, അത് ഇതിനേക്കാളൊക്കെ വിചിത്രവും കൗതുകകരവുമാണ്. എങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കേരളം വളരെ പിന്നിലാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ കൊലപാതകങ്ങളിൽ പ്രതിപട്ടികയിൽ ധാരാളം BJPക്കാരുണ്ട്. അപ്പൊ അതിനർത്ഥം ശ്രീമാൻ ഹർഷം പറയുന്ന കണക്ക് ശരിയും, ഈ രാജ്യത്തെ മറ്റു പ്രമുഖമായിട്ടുള്ള ചാനലുകളും പ്രമുഖമായിട്ടുള്ള പത്രമാധ്യമങ്ങളും, അതായത് ലോകം അറിയുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്റെ കണക്കല്ല, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കിൽ ക്രൈം മാത്രമേ ഉണ്ടാകൂ. ആ ക്രൈം അത് വർഗീയവൽക്കരണത്തിന്റെ പേരിലാണോ? ആ ക്രൈം പരസ്പരമുള്ള 2 പ്രദേശങ്ങളിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളെ പ്രത്യേകം എടുത്ത് പഠിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളെ 2015 പ്രത്യേകം എടുത്ത് പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിലെ കണക്കാണ് ഈ പറയുന്നത്. 2015 വരെ ആ റിപ്പോർട്ട് വന്നിട്ടുള്ളൂ. അതിന് ഇപ്പുറത്തേക്ക് കണക്ക് വന്നിട്ടില്ല. 2015 കണക്കാണ് ഞാൻ പറഞ്ഞത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കിൽ നിന്ന് ക്രൈമിന്റെ ലിസ്റ്റും കൊലപാതകങ്ങളുടെ ലിസ്റ്റും മാത്രമേ കിട്ടൂ. അതിൽ ഒരു കാരണവശാലും BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് BJPയുടെ നേതൃത്വത്തിന് കീഴിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ മറ്റു രാഷ്ട്രീയ പ്രതിയോഗികളുടെയോ കൊലപ്പെടുത്തിയതിന്റെ കണക്ക് ഒരിക്കലും വേർതിരിച്ച് പറയാൻ സാധ്യമല്ല. ഇത് വേണമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. നാഷണൽ ക്രൈം റെക്കോർഡ് ഇത് സംസ്ഥാനത്തെ പോലീസ് മേധാവികൾ തന്നെ കൃത്യമായി മുന്നോട്ട് വെച്ച് അവരുടെ കയ്യിൽ നിന്ന് ലഭിച്ച കണക്കാണ്. അല്ലാതെ ഇത് ഇന്ന് കിട്ടിയ കണക്കുമല്ല.
മുമ്പേ ഈ 2015 തന്നെ ഈ ക്രൈമുകളെ കുറിച്ചൊക്കെ പഠിച്ച പോലീസ് മേധാവികൾ തന്നെ നൽകിയ കണക്കാണ്. അല്ലാതെ ഇതൊന്നും എൻ്റെ സ്വന്തം കണക്കല്ല. ഈ കണക്കുകളിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ഒരൊറ്റ കാര്യം, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഈ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ ഇവിടെ അതിന് പറയുന്ന കാരണം എന്താണ്? നിങ്ങൾ ആരോപിച്ച കാരണങ്ങൾ എന്താണ്? ഇവിടെ വർഗീയ കലാപങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നു, ഇവിടെ മറ്റല്ലാത്ത കലാപങ്ങൾ, ദളിതർക്ക് നേരെയുള്ള കലാപങ്ങൾ ഉണ്ടാവുന്നു. ഇതൊക്കെ നിങ്ങൾ ഡൽഹിയിൽ ആരോപിച്ചതാണ് കേട്ടോ. അതൊക്കെ ഒരൊറ്റ എണ്ണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം. ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിൽ കലാപങ്ങളോ വർഗീയ സംഘർഷങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ 2 മാസം കൊണ്ട് ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത് ആ കണക്കുമുണ്ട് കയ്യിൽ. 2 മാസം കൊണ്ട് ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്ന കൊലപാതകങ്ങളുടെയും ഒരൊറ്റ നിമിഷം ഞാൻ എന്തായാലും ആ കണക്കുകളിലേക്ക് വരാം. എന്തായാലും അതിൻ്റെ എണ്ണം പരിശോധിച്ചാൽ ഏതാണ്ട് 600ഓളം കലാപങ്ങൾ തന്നെ നടന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന് ആവശ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ്? കലാപകലുഷിതമായിട്ടുള്ള സംസ്ഥാനമായിരുന്നു. അതെ, അതുവരെ ഉണ്ടായ കലാപങ്ങളെക്കാൾ കൂടുതൽ ഭരിക്കുന്ന സമയത്തുള്ള കണക്ക് ശ്രീമാൻ ഹർഷന്റെ കയ്യിലില്ല. ഉണ്ട്, ഞാൻ പറയാം ഉണ്ട്. നിങ്ങൾക്ക് പറയാൻ കഴിയും, കണക്കുണ്ട്. ഉത്തർപ്രദേശിലെ ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ 2 മാസത്തിന് ശേഷം യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയതിനു ശേഷം 2 മാസത്തിനുള്ളിൽ പറഞ്ഞ കണക്ക് ഞാൻ പറയാം. 803 കൊലപാതകങ്ങൾ, 803 ബലാത്സംഗങ്ങൾ, 729 കൊലപാതകങ്ങൾ, 299 കവർച്ചകൾ, 2689 തട്ടിക്കൊണ്ടുപോകലുകൾ, ഇത്രയും സംഭവിച്ചു കഴിഞ്ഞു 2 മാസം കൊണ്ട് ഉത്തർപ്രദേശിൽ. ആ സംസ്ഥാനത്തിൽ എന്തുകൊണ്ട് രാഷ്ട്രപതി ഭരണം വേണ്ട? ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരാമെന്നേ. അപ്പൊ അതിനു മുൻപ് എന്തായിരുന്നു ഉത്തർപ്രദേശിൽ ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത വിഷയം ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നല്ലോ. ഉത്തർപ്രദേശിൽ കലാപകലുഷിതമായ അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. അത് പതിറ്റാണ്ടുകളായി ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നതാണ്. ഉത്തർപ്രദേശിൽ എത്രയോ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് UPA ഗവൺമെന്റിന്റെ, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന്റെ കീഴിൽ പോലും ഉത്തർപ്രദേശിലെ ഭരണകൂടത്തിനെ നിയന്ത്രിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇന്ന് യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിന് കീഴിൽ അവിടുത്തെ കലാപമുണ്ടെങ്കിൽ കലാപത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ BJPയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് BJPക്കാർ അവിടെ കലാപം അഴിച്ചുവിടുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗിയെ വകവരുത്തുന്നു എന്നുള്ള രീതിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ തീർച്ചയായും ഞാൻ ആ വാദത്തിനോട് മറുപടി പറയാനുള്ള മറ്റുള്ളവരുടെ അവസരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ക്രമസമാധാന നില തകരുന്നു, കലാപങ്ങൾ ഉണ്ടാവുന്നു, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. അല്ലാതെ ദേശീയ തലത്തിൽ ഇതാണ് നിങ്ങൾ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഇവിടെ പറയുന്നത് പോലെ RSSകാരെ കൊന്നു എന്നതല്ല. ഒരു രാഷ്ട്രപതി ഭരണത്തിന് RSSകാരെ ഒന്നതുകൊണ്ട് ഇവിടെ രാഷ്ട്രപതി ഭരണം വേണം എന്ന് ആവശ്യപ്പെടുന്നത് തന്നെ വളരെ വിചിത്രമാണ്. RSSകാർക്ക് ഇവിടെ അക്രമം നേരിടേണ്ടി വരുന്നതുകൊണ്ട് രാഷ്ട്രപതി ഭരണം വേണം എന്ന നിലയ്ക്ക്. അതിനുമപ്പുറത്ത് ഞാൻ പറയാം കാരണം നിങ്ങൾ ദേശീയ തലത്തിൽ പറയുന്നത് കാരണം അതിനേക്കാൾ ഏറെ ആളുകൾ കൊല്ലപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യയിലുണ്ട്. അവിടെ എങ്ങും നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല. കേരളത്തിലാണ് ഇത് ആവശ്യം. കാരണം കേരളം ഭരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ എതിർക്കുന്ന പാർട്ടി ആയതുകൊണ്ടാണ്. ഞാൻ പറയട്ടെ, ഈ ക്രമസമാധാന നില തകർന്ന അവസ്ഥയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ, അതായത് ഈ കലാപകലുഷിതമായ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നു, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും കണക്ക് മുന്നോട്ട് വയ്ക്കാൻ ഈ ചർച്ചകളിലൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? കാരണം ഈ ചർച്ചകളിലേക്ക് വരുമ്പോൾ RSSകാർ കൊല്ലപ്പെട്ടത് മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 18 കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ ഒറ്റ കൊല്ലം കൊണ്ട് നടന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ RSSകാരനെ വെട്ടിക്കീറി കൊലപ്പെടുത്തിയാലും ഒരക്ഷരം മിണ്ടാതെ ദേശീയ നേതൃത്വം ഇരിക്കണമെന്നുള്ള ഈ ചോദ്യം ഉത്തർപ്രദേശിൽ 803 കൊലപാതകങ്ങൾ നടന്നത് 2 മാസം കൊണ്ട് സാഹചര്യത്തിലാണ് ചർച്ച വേറൊരെണ്ണം സംഘടിപ്പിക്കാം. അത് BJPക്കാർ കൊലപ്പെടുത്തിയതല്ല. അപ്പോൾ ഈ കൊല്ലപ്പെടുന്ന CPMകാരുടെ കണക്ക് കൂടി അപ്പോൾ നിങ്ങൾ പറഞ്ഞു പോകണ്ടേ? നിങ്ങൾ കൊല്ലപ്പെടുന്ന RSSകാരുടെ കണക്ക് മാത്രം പറയുന്നു, CPMകാരുടെ കണക്കും പറയണം. 5 വർഷം കൊണ്ട് 17 CPMകാരും 9 RSSകാരും കൊല്ലപ്പെട്ടു. അവിടെ നിങ്ങൾ പിന്നിൽ തന്നെയാണ്. 10 വർഷം കൊണ്ട് 51 CPMകാരും 34 RSSകാരും കൊല്ലപ്പെട്ടു. 20 കൊല്ലം കൊണ്ട് 85 CPMകാരും
65 RSSകാരും കൊല്ലപ്പെട്ടു. ഒരു ഘട്ടത്തിലും CPMകാരേക്കാൾ മുന്നിൽ കടക്കാൻ, ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ മുന്നിൽ കടക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. എന്റെ കണക്കല്ല, ഇതെല്ലാം ഇത് സംസ്ഥാന സർക്കാരിന്റെ കണക്കാണ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ കണക്കാണ്, പോലീസിന്റെ കണക്കാണ്. സർക്കാരിന്റെ കണക്കല്ല, പോലീസിന്റെ കണക്കാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ആ പോലീസ് അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പോലീസ് കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കല്ലേ, അതെങ്ങനെയാണ് അതിന് വ്യാജക്കണക്കുണ്ടാക്കാൻ കഴിയുക? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, പാർട്ടിയുടെ എങ്ങനെ ഇത് ഞാൻ തെളിയിച്ചു തരാം. ഞാൻ ഹർഷന്റെ മുന്നിൽ ഇതിന്റെ രേഖകൾ തരാം. കാരണം BJPയുടെയും RSSന്റെയും പ്രവർത്തകർ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ മണ്ണിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ കൊലപാതകം വാടിക്കൽ രാമകൃഷ്ണന്റെയാണ്. ആ കൊലക്കേസിൽ 1-ാം പ്രതി പിണറായി വിജയനാണ്. അന്ന് അദ്ദേഹം ഏരിയയുടെ സെക്രട്ടറി ആയിരുന്നു. കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ശരിയാണ്. കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം നടത്താൻ മാത്രം സംഘർഷഭരിതമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നതിലാണ് കുഴപ്പം. ഞാൻ തിരിച്ചു വരാം, മറ്റുള്ളവരുടെ അവസരത്തിലേക്ക് തീർച്ചയായും പോകണം, അതിനുശേഷം തിരിച്ചു വരാം. ശ്രീ PM സുരേഷ് ബാബു, ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യമിട്ട് ഈ നീക്കം നടത്തുന്നത് എന്നാണ് കോൺഗ്രസ്സുകാരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനെ ആ നിലയ്ക്ക് ചെറുക്കാൻ പോകുന്ന ഒരു ആർജവം സംസ്ഥാന സർക്കാർ കാണിച്ചു തുടങ്ങിയോ? സംസ്ഥാന സർക്കാരും കൂടി അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. അങ്ങനെയാണല്ലോ. കാരണം കോൺഗ്രസിൻ്റെ നയസമീപനങ്ങളെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ കോൺഗ്രസ് ഒരിക്കലും കൊല സമ്മതിക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ. സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ആശയപരമായും താല്പര്യം ഇവിടെ സംസാരിച്ച 2 പ്രമുഖ നേതാക്കന്മാരും പകരം ഒരു കൊല ചെയ്തില്ല എന്ന് പറയുന്നില്ല, പകരം കൊല ചെയ്തു എന്ന് സമ്മതിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് നീതിന്യായ വ്യവസ്ഥയും ജനാധിപത്യ പ്രക്രിയയും ഭരണ സംവിധാനത്തെയും ചോദ്യം ചെയ്യുന്നതാണ്. ഒരാൾക്കും ഒരു അപകടം ഒരു തെറ്റുണ്ടായാൽ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാൻ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഭരണ സമ്പ്രദായം ഇവിടെ ഇല്ല. പിന്നെ എന്തിനാണ് ഇവരത് കയ്യിലെടുക്കുന്നത്? ഇവർ ഓരോരുത്തരും കയ്യിലെടുക്കുകയല്ലേ. കയ്യിലെടുക്കുന്നതിൽ ഓരോരുത്തർക്കും 2 കൂട്ടർക്കും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇവിടെ രാഷ്ട്രപതി ഭരണം നടപ്പാക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടോ? രാഷ്ട്രപതി ഭരണം നടപ്പാക്കുന്നതിനെ കുറിച്ച് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടുള്ള രാഷ്ട്രപതി ഭരണം നടപ്പാക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസിന് ഒരിക്കലും അഭിപ്രായ ഐക്യമില്ല. പക്ഷേ ഭരണഘടനാ വ്യവസ്ഥകളും ഭരണഘടനയും തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. പക്ഷേ ഇന്ന് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് തൽക്കാലം ജനാധിപത്യ സംവിധാനത്തിലൂടെ കയറിപ്പോകാൻ കഴിയില്ല എന്ന് BJPക്ക് കേരളത്തെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട് ചെറുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFും ശക്തമായി അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു എന്നതുകൊണ്ട് പിന്നീട് ഭരണഘടനാപരമായ കുറുക്കു വഴികളാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത്. ആ കുറുക്കു വഴി കാണുന്നതുകൊണ്ട് വളരെ ശക്തമായ എതിർക്കാൻ എല്ലായിടങ്ങളിലും ഭരണഘടനാ സംവിധാനം ഉപയോഗിച്ചാണ്. അതാണ് അരുണാചൽ പ്രദേശ് നമ്മൾ കണ്ടത്, അതിനാണ് നമ്മൾ ഗോവയിൽ കണ്ടത്, അതാണ് നമ്മൾ മണിപ്പൂരിൽ കണ്ടത്. എല്ലായിടങ്ങളിലും ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കടന്നുകയറ്റം, വലിയ എണ്ണത്തിൻ്റെ പേരുകൾ ഇപ്പം നമ്പറൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആവേശം തോന്നുകയാണ് പലർക്കും. പക്ഷെ തൻ്റെ ഏത് മാർഗത്തിലൂടെയാണ്? കുറുക്ക് വഴികളിലൂടെ, തെറ്റായ മാർഗത്തിലൂടെ കടന്നു വന്നതിൻ്റെ എണ്ണം പെരുപ്പിച്ച കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ രാജ്യം കീഴടക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് CPMനോടും കൂടി ഒരു അപേക്ഷയുള്ളത്, ഇവർക്ക് പറയാനുള്ള വഴി ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്നൊരു സ്വയം പരിശോധന നടത്തണം. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇതൊക്കെ ഇതിൻ്റെ ഈ സംഭവ വികാസങ്ങളിലാണ്, അതല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി കേരളത്തിലേക്ക് വരുന്നത് എന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കുന്നു, അങ്ങനെ ആശങ്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് അരുൺ ജെയ്റ്റ്ലി മറുപടി പറയണ്ടേ? കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹം ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കാമോ? കാരണം വർഗീയ സംഘർഷങ്ങൾക്കായി കേരളത്തിൽ ആകെ ശ്രമിച്ചത് കഴിഞ്ഞ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം ആകെ ശ്രമിച്ചത് RSS ആണ്. അത് റിയാസ് മൗലവിയെയും കൊടിഞ്ഞി ഫൈസലിനെയും കൊന്നുകൊണ്ട് അതടക്കം RSS ഇതുവരെ ഈ സംസ്ഥാനത്ത് നടത്തിയിരിക്കുന്ന കൊലകളെക്കുറിച്ച് കൂടിയുള്ള മറുപടി അത് ജെയ്റ്റ്ലിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അതല്ല, ജെയ്റ്റ്ലിയും ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രനും ഒക്കെ BJP നേതാക്കന്മാരും ഒക്കെ പറയേണ്ടത്, ഞങ്ങൾ ആളെ കൊല്ലുന്ന പാർട്ടിയല്ല, ഞങ്ങൾ ഇതുവരെയും ഒരാളെയും കൊന്നിട്ടില്ല, ഞങ്ങൾ കൊല്ലുകയില്ല എന്ന് RSSും BJPയും പറയട്ടെ, നമുക്ക് അവരുടെ കൂടെ നിൽക്കാം. അതല്ലേ
ഇത് ഒരു വശത്തു കൂടി ആക്രമണം അഴിച്ചുവിടുക, മറുവശത്ത് ആക്രമണത്തിൻ്റെ പേരിൽ തന്നെ രാഷ്ട്രപതി ഭരണം വരണമെന്ന് ആവശ്യപ്പെടുക. ഇത് ഒരു രാഷ്ട്രീയമൊന്നുമല്ല. ഇത് ജനാധിപത്യത്തിൽ നടക്കേണ്ട അഭികാമ്യമായ കാര്യവുമല്ല. ഇത് ജനാധിപത്യത്തെ കൊല്ലുകയാണ്, ജനാധിപത്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണ്. ഇവിടെ 15% മാത്രം വോട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാക്കി 85% മേലും ഭരണം നടത്താൻ വേണ്ടി കുറുക്കുവഴി തേടുകയാണ്. അതാണ്. അപ്പം ജനാധിപത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരണം ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ് BJPയുടെ ഇന്നത്തെ ദേശീയ നിലപാട്. ആ നിലപാട് കേരളത്തിൽ ചിലവാക്കാൻ ഒക്കില്ല എന്നവർക്കറിയാം. അവർ അതിനുവേണ്ടിയുള്ള വഴികളാണ് തേടുന്നത്. ഇവിടെ ക്രമസമാധാനം എവിടെയാണ് തകർന്നത്? തിരുവനന്തപുരത്തൊരു RSSകാരൻ BJPക്കാരൻ കൊല്ലപ്പെട്ടു. തീർച്ചയായിട്ടും വെളുപ്പംകാലം ആകുമ്പോഴത്തേക്ക്, അന്ന് വെളുപ്പംകാലം ആയപ്പോഴത്തേക്ക് അവരെ അറസ്റ്റ് ചെയ്തില്ലേ? കേരള പോലീസിനെ കുറിച്ച് എന്താ ധരിച്ചിരിക്കുന്നത്? നല്ല ഒന്നാം തരം പോലീസല്ലേ കേരളത്തിൽ? ഇതുപോലെ മികച്ച സേവനം നടത്തുന്ന, ഇതുപോലെ മികച്ച ഒരു പോലീസ് സേന രാജ്യത്ത് എവിടെയാണ് ഉള്ളത്? ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? ഡൽഹിയിലുണ്ടോ? ഇന്ത്യയുടെ തലസ്ഥാനമായ BJP കേന്ദ്ര നേതൃത്വം, കേന്ദ്രഭരണം നേരിട്ട് നയിക്കുന്ന ഡൽഹിയിലെ പോലീസിൻ്റെ സ്ഥിതി എന്താ? അതിനെക്കാട്ടിൽ എത്രയോ മെച്ചമാണ് കേരളത്തിലെ പോലീസ്. ഇവിടെ എവിടെയെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ അടിച്ചമർത്താൻ ഇവിടുത്തെ പോലീസ് ശക്തമല്ലേ? ഇവിടെ എങ്ങനെ ഈ ഒരു പോലീസ് ശക്തമല്ല, ഇവിടുത്തെ ഗവൺമെൻറ് ശരിയല്ല, ഇവിടുത്തെ പാർട്ടികളൊന്നും ശരിയല്ല എന്നും പറഞ്ഞ് ഇവിടെ എങ്ങനെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാൻ പറ്റും? തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് പോവില്ലേ? കേരളത്തിലെ ജനങ്ങൾ എന്താണ് ഇതിന് മറുപടി കൊടുക്കുക? ജനങ്ങളോടൊന്ന് ചോദിക്കണം, ജനങ്ങളുടെ ഹിതം അറിയണം. അതാണ് വേണ്ടത്. അത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തവർക്ക് മാത്രമേ ഇതുപോലെയുള്ള ചിന്തകളിലേക്കും ഇതുപോലെയുള്ള നടപടികളിലേക്കും കടക്കാനാവൂ. ഹർഷൻ, തീർച്ചയായും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചു, ഉത്തർപ്രദേശിൽ മുമ്പ് യോഗി ആദിത്യനാഥ് അധികാരത്തിലേറുന്നതിന് മുമ്പ് വളരെ ഗുരുതരമായ സാഹചര്യമായിരുന്നു നിലവിലിരുന്നത് എന്ന്. മുമ്പ് ഉത്തർപ്രദേശിനെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംഘപരിവാർ പ്രവർത്തകർ ദേശീയ തലത്തിൽ തന്നെ കേരളത്തെ ഇകഴ്ത്തി കാട്ടാൻ ശ്രമിച്ചിട്ടുള്ളത്, പ്രധാനപ്പെട്ട നേതാക്കളടക്കം. കാരണം ഏറ്റവും കൂടുതൽ ക്രൈം കേരളത്തിലാണുള്ളത്. ഈ പറഞ്ഞ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അന്ന് സംഘപരിവാർ ആക്രമിച്ചിരുന്നത് കേരളം ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് എന്ന്. അത് ആ കണക്ക് മാത്രം പരിശോധിച്ചാൽ 2011 കേരളത്തിൽ 1,09,000 പരാതികൾ ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലുണ്ടായിരുന്നത് 1092 പരാതികളാണ്. ഈ കണക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വിശ്വസിക്കുമോ? ഈ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈം നടക്കുന്നത് എന്ന് ഞാൻ ഈ കണക്കിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഒരു പ്രമുഖമായിട്ടുള്ള ചാനൽ, താങ്കളുടെ ചാനൽ മാത്രമല്ലല്ലോ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, ഒരു പ്രമുഖമായിട്ടുള്ള ചാനൽ, പ്രമുഖമായിട്ടുള്ള പത്രം ഉൾപ്പെടെയുള്ള ഒരു ചാനൽ കൃത്യമായി കേരളത്തിലെ ക്രൈം റെക്കോർഡിന്റെ കണക്കിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട്. സ്ത്രീ പീഡനങ്ങൾ അതിലുണ്ട്, ബലാത്സംഗങ്ങൾ അതിലുണ്ട്. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ് കേരളത്തിലെ ക്രൈം എന്നുള്ളത് ഒരു പ്രമുഖമായിട്ടുള്ള ചാനലും പത്രവും പറഞ്ഞപ്പോൾ ഒരാൾ പോലും അതിനെതിരായി കേരളത്തിൽ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു കണക്കുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, കണക്കിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ആ കണക്ക് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ആ കണക്ക് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലെ പരാതികൾ 1,09,000 ആയിരിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ 1092 ആയിരിക്കുന്ന ആ കണക്കുണ്ടല്ലോ, ആ കണക്ക് ശരിയാണോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എന്തേ ശരിയാവാത്തത്? നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഉത്തർപ്രദേശിൽ ആകെപ്പാടെ 1092 പരാതികളെ ഉണ്ടായിട്ടുള്ളൂ. 20 കോടി ജനം താമസിക്കുന്ന ഉത്തർപ്രദേശിൽ 1092 പരാതികൾ ഉയർന്നിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ പുറത്തു വന്ന കണക്ക് തെറ്റാണെന്നും അത് ഒരു RSSകാരനായിട്ടുള്ള വ്യക്തി മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഹർഷനും ഈ ചാനലിനും ആ കണക്കിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുമാണ് കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുക. 20 കോടി ജനം താമസിക്കുന്ന കേരളത്തിൽ 1,09,000 പരാതികൾ ഉയരുമ്പോൾ, കേരളത്തിൽ 1,09,000 പരാതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ 1092 പരാതികൾ മാത്രം എത്തിയ ഉത്തർപ്രദേശിന്റെ കണക്ക് ശരിയാണ് എന്ന് വാദിക്കുന്ന ഒരു യുക്തിയെ എനിക്ക് എത്രയും മനസ്സിലാവുന്നില്ല, എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ആദ്യം ഈ ചർച്ച തുടങ്ങിയത് നോക്കൂ.
അല്ലല്ല, ഈ ചർച്ച തുടങ്ങിയത് എന്താ? ഹർഷൻ എന്താ പറഞ്ഞത്? എന്റെ കയ്യിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുണ്ട്, ആ കണക്കിൽ അധികരിച്ചുകൊണ്ടാണ് ഈ ചർച്ച എന്നല്ലേ ഹർഷൻ പറഞ്ഞു തുടങ്ങിയത്? അങ്ങനെ അല്ല, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനല്ലേ? അങ്ങനെയാണെങ്കിൽ ഏത് കണക്കാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് കേരളം കുറ്റകൃത്യങ്ങളിൽ മുന്നിലെത്തുന്നത് ഈ കണക്കുകൾ പോലെയുള്ള കണക്കുകളിലൂടെയാണ്. കൊടിഞ്ഞി എന്ന് പറയുന്ന കൊടിഞ്ഞിയെ കുറിച്ചും മൗലവിയുടെ കാര്യവും ഇപ്പോ ഇവിടെ ചാനലിൽ അങ്ങ് പറഞ്ഞല്ലോ. എന്താ കൊടിഞ്ഞിയിലുണ്ടായത് മതം മാറിയിട്ടുള്ള ഹിന്ദു കുടുംബത്തിൽ നിന്ന് മുസ്ലിം കുടുംബത്തിലേക്ക് മതം മാറിയപ്പോ ആ ഹിന്ദു കുടുംബത്തിനകത്തുള്ള വ്യക്തി തന്നെയാണല്ലോ കൊലപാതകത്തിന് മുന്നോട്ട് പോയത്. അങ്ങനെയല്ലോ RSSന്റെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. RSSന്റെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. ജില്ലാ നേതാക്കളെ കരുവാക്കി, ജില്ലാ നേതാക്കളെ കരുവാക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുറ്റകൃത്യത്തിൽ RSS പ്രചാരകൻ മഠത്തിൽ നാരായണൻ ആ കേസിലെ പ്രതിയായിരുന്നല്ലോ. മഠത്തിൽ നാരായണൻ RSS കാരനല്ല എന്ന് നിങ്ങൾ തള്ളി പറയുമോ? എങ്ങനെ പ്രതിയാക്കി? ഒരൊറ്റ അദ്ദേഹത്തെ പ്രതിയാക്കിയതാണ് എന്നാണ് പറയുന്നത്. ചന്ദ്രശേഖരനെയും കാരായി ചന്ദ്രശേഖരനെയും കാരായി രാജനെയും രക്ഷിക്കാൻ വേണ്ടി ഒരു RSSകാരനെ പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ട് ഭേദ്യം ചെയ്ത് മൊഴി മാറ്റാൻ ശ്രമിച്ചു. CBI അന്വേഷിച്ച് കൊടിഞ്ഞി ഫൈസലിന്റെ കേസിൽ ഞങ്ങളല്ല പ്രതികൾ. ആ കേസിൽ കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കാണ് എന്ന് ബോധ്യമായിട്ടും അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. മൗലവി മരിച്ചു. മഠത്തിൽ നാരായണൻ ഫൈസൽ വധക്കേസിലും അയാൾ പ്രതിയാണ്. RSS നടത്തിയ കൊലപാതകമാണത്. RSSന്റെ പ്രചാരകൻ നടത്തിയ കൊലപാതകമാണ്. ഒരാൾ മാത്രമല്ല, വേറെയും RSS പ്രവർത്തകരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് ഇപ്പോൾ തൽക്കാലം എന്റെ കയ്യിലില്ല. ഫൈസലിന്റെ അനിയനും കൊടിഞ്ഞിയിലുണ്ടായത് തീർച്ചയായും റിയാസ് മൗലവിയുടെ കൊലപാതകം ഒരു കലാപത്തിനുള്ള ശ്രമമായിരുന്നു എന്ന് തന്നെയാണ്. ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് റിയാസ് മൗലവിയെ കൊന്നത് എന്നത് ആ പ്രതികളുടെ മൊഴിയാണ്. വർഗീയ കലാപം ഉണ്ടാക്കാൻ ആരുണ്ടാക്കി? ഹർഷൻ, കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. അദ്ദേഹത്തിന്റെ പോലീസാണല്ലോ കേരളത്തിലുള്ളത്. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പല പ്രദേശങ്ങളിലും അല്ലല്ല, ഒന്നുകിൽ താങ്കൾ ചോദ്യത്തിനും ഉത്തരം പറയാൻ ഞാൻ പറയുന്നത് ഈ ചർച്ച തുടക്കം മുതൽ തന്നെ ഹർഷൻ ശ്രമിക്കുന്നത് ഇവിടെ ഞങ്ങൾ വലിയ വർഗീയവാദികളാണ് എന്ന് വരുത്തി തീർക്കാനാണ്. ഇന്ന് ചർച്ചയുടെ ത്രെഡ് എന്താണ്? എന്താ ചർച്ചയുടെ ത്രെഡ്? ഇവിടെ ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ ആ സമാധാന ചർച്ചയ്ക്ക് പോയിരിക്കുന്നു. പക്ഷെ സമാധാന ചർച്ച കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും മുഖ്യമന്ത്രിയുടെ പ്രസംഗവും എന്താ മുഖ്യമന്ത്രി പറയുന്നത്? വിരട്ടാൻ നോക്കണ്ട എന്നാ പറഞ്ഞത്. ഇത് വിരട്ടലല്ല. കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് 1959 ആവർത്തിക്കും. അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇവിടെ BJP-കാരന് നേരത്തെ ഇവിടെ സംസാരിച്ചല്ലോ ജേക്കബ് സാർ ഒന്ന് പിണറായിലേക്ക് വരണം. കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്തിൽ ഒന്ന് വരണം. കോടിയേരിയിലേക്ക് ഒന്ന് വരണം. വന്നിട്ട് പറയണം ആ കോടിയേരിയിലും പിണറായി പഞ്ചായത്തിലും RSSകാരന്റെ കൊടി കുത്തട്ടെ, BJP-കാരന്റെ കൊടി കുത്തട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ കൊടി കുത്തട്ടെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ ആനത്തലവട്ടമാനന്ദൻ എന്തായാലും ഗ്രാമങ്ങൾ കേരളത്തിൽ വേണ്ട, കണ്ണൂർ ജില്ലയിലും വേണ്ട. ഞാൻ തിരിച്ചു വരാം. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിലും കൊല ചെയ്തവരുടെ എണ്ണത്തിലുമൊക്കെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം പിടിക്കുകയാണ് നിങ്ങൾ രണ്ടു കൂട്ടരും. പക്ഷേ അതങ്ങനെ അംഗീകരിക്കാൻ ഒരു തരത്തിലും ഇവിടെ സംഘപരിവാർ തയ്യാറല്ല. അങ്ങനെയല്ല ഈ കൊലപാതകങ്ങൾ മുഴുവൻ നടക്കുന്നത്, മുഴുവൻ അക്രമ സംഭവങ്ങളും സംഘടിപ്പിക്കുന്നത് അത് CPM തന്നെയാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ ആവർത്തിച്ച് ആരോപിക്കുന്നു. മാത്രമല്ല ഈ പറഞ്ഞ ഉത്തർപ്രദേശിനും പിന്നിലാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ല, ഈ ശോഭാ സുരേന്ദ്രൻ്റെ ഭാഷയും അവരുടെ പ്രസംഗത്തിൽ എടുക്കുന്ന ധ്വനിയുമെല്ലാം എന്തൊരു അഹങ്കാരമാണ് കാണിക്കുന്നത്. ഇവിടെ 59 ആവർത്തിക്കുമെന്നല്ലേ പറയാ? അതെ, 59 ആവർത്തിക്കണമെങ്കിൽ കുറ്റങ്ങളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയുന്നതാണ്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാൽ 59 ആവർത്തിക്കുമെന്നാണ്, ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുമെന്നാണ്. ശോഭാ സുരേന്ദ്രൻ്റെ അതേ ആവേശത്തിലും ഭാഷയിലും നമ്മളും പറഞ്ഞാൽ അത് ആളുകളുടെ ഇടയിൽ പുച്ഛം തോന്നും.
അങ്ങനെ പറയാൻ കൊള്ളാമോ എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്ത് കാരണത്തിലാണ് ഇവിടെ 59 ആവർത്തിക്കുന്നത് ഈ ഗവൺമെൻറ് പിരിച്ചുവിടുന്നത്? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കുറേ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇന്ത്യയിലെങ്ങുമില്ലാത്ത നടപടി. ആ നടപടികൾ ഉള്ളതിൻ്റെ ഫലമായിട്ട് ആ ഗവൺമെൻറ്റിനെ തകർക്കണം. കൊലപാതകം നടക്കുന്നത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലയിടത്ത് നടക്കും. കണക്കുകൾ ഇവിടെ പറഞ്ഞല്ലോ. BJPക്ക് സർക്കാർ നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കാൻ വേണ്ടിയൊന്നുമല്ല. BJPക്ക് കേരളം പിടിക്കണം. കേരളം പിടിക്കണമെങ്കിൽ തൽക്കാലം ഇവിടെ തെരഞ്ഞെടുപ്പിലൂടെ സാധ്യമല്ല എന്നവർക്ക് വ്യക്തമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലൂടെ സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്ന ചോദ്യത്തിന് ഇത് മാത്രമാണ് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇനി ഉത്തരം. അതിലേക്കാണ് പോകുന്നത്. ഈ ശോഭാ സുരേന്ദ്രനെ പോലെ ഇവരുടെ നേതാക്കൾ പാർലമെൻറ്റിൽ 2 ദിവസത്തിന് മുമ്പ് പറഞ്ഞത് നമ്മളെല്ലാം ശ്രദ്ധിച്ചില്ലേ? ശോഭാ സുരേന്ദ്രൻ്റെ അഭിപ്രായം അറിയണം, BJP നേതാക്കളുടെ അഭിപ്രായം അറിയണം. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല, ദൈവം എഴുതി തള്ളിയ നാടാണ്, ചെകുത്താൻ്റെ നാടാണ്. ശോഭാ സുരേന്ദ്രനോട് യോജിക്കുന്നോ? ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ശോഭാ സുരേന്ദ്രനും ഞാനും ജേക്കബ് ജോർജും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാ വിഭാഗങ്ങളും പാർക്കുന്ന ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നുള്ള നിലയിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ്. ആ കേരളത്തെ ചെകുത്താൻ്റെ നാടാണ്, ദൈവം എഴുതിത്തള്ളിയ നാടാണെന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് പറയൂ. മലയാളിയുടെ അഭിപ്രായമാണോ? 3.25 കോടി മലയാളിയുടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പാർലമെന്റിൽ ആവർത്തിച്ച കാര്യം, വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച കാര്യമൊക്കെയാണത്. ഈ പറഞ്ഞ ദൈവം എഴുതിത്തള്ളിയ നാടാണ്. ഒപ്പം CPM പ്രവർത്തകരാണ് തോമസ് മാഷിന്റെ കൈവെട്ടിയത്. ഇവിടെ ഒരൊറ്റ കൊലപാതകം പോലും RSS നടത്തിയിട്ടില്ല. ദേശീയ തലത്തിൽ നടത്തുന്ന പ്രചാരണമാണ്. ഇതൊക്കെ വാസ്തവമാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ അംഗീകരിക്കുമോ? ഭാരതമെന്ന് കേട്ടാൽ അപമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാൽ തിളക്കണം സഖാക്കളെ ചോര ഞരമ്പുകളിൽ എന്നാ പറയുന്നത്. എന്തിനാണ് കൊലക്കത്തി കൊടുത്തു വിടുകയാണ്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആ വിഷയത്തിലേക്കല്ല വരുന്നത്. ശ്രീ ആനന്ദലോട്ടമാനന്ദൻ അല്ല, ഹർഷൻ എന്നോട് ചോദ്യം ചോദിച്ചോ? ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്കാണോ വരുന്നത്? ഞാൻ ചോദിക്കട്ടെ ശ്രീ ആനന്ദലോട്ടമാനന്ദൻ, ഒറ്റ നിമിഷം. ഞാൻ ചോദിച്ചത് എന്താണ് ഇവിടെ? ഞാൻ ചോദിച്ചത് എന്താണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ഞാൻ ചോദിച്ചത് എന്താണ്? ഈ ജോസഫ് മാഷിന്റെ കൈവെച്ചത് CPM ആണെന്ന് ആരോപിച്ചിരിക്കുന്നു BJP. ഇവിടെ ഒരൊറ്റ കൊലപാതകം പോലും RSS നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു BJP. ദൈവം കൈവിട്ട നാടാണ് കേരളം എന്ന് ആക്ഷേപിക്കുന്നു ദേശീയ നേതൃത്വത്തിൽ BJP. ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടോ കേരളത്തിലെ BJP നേതാക്കൾ എന്നതാണ് ചോദ്യം. അല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് ഞാൻ ചോദിക്കട്ടെ. ഞാനിവിടെ എന്താ ഇപ്പൊ കണ്ടില്ലേ ആനത്തലവട്ടം ആനന്ദൻ എന്താ പറഞ്ഞത്? ശോഭാ സുരേന്ദ്രൻ അതിന് ശോഭാ സുരേന്ദ്രൻ അതിന് മറുപടി പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മറുപടി പറയാൻ തുടങ്ങിയത്. ഞാൻ മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ പറയുകയാണ് അവര് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ട് സംസാരിച്ചോ? ഇത് പ്രേക്ഷകർ കാണുന്നല്ലേ? ഇത് ഒരു അജണ്ടയാണ്. അല്ല, ഇത് പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. എവിടെ താങ്കൾ എന്നോട് മറുപടി ചോദിച്ചിട്ടാണ് ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചത്. അതല്ലെന്ന് ചർച്ചയിലിരിക്കുന്നവർ പറയട്ടെ. ശോഭാ സുരേന്ദ്രൻ മറുപടി പറയൂ എന്ന് അങ്ങ് ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ ശ്രമിച്ചപ്പോ അങ്ങ് വീണ്ടും പറയുന്നു അവരാരെയും സംസാരിക്കാൻ അനുവദിക്കില്ല. ഞാൻ മിണ്ടാതിരിക്കാൻ താങ്കൾ പറഞ്ഞോളൂ. ശ്രീ ആനന്ദൻ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം തീർച്ചയായും ശോഭാ സുരേന്ദ്രന്റെ മറുപടിയിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ ആനന്ദൻ തുടരാം. എവിടെയെങ്കിലും നമ്മളൊന്ന് അവസാനിപ്പിക്കണ്ടേ? ഏതെങ്കിലും ഒരു ഉത്തരം അവസാനിപ്പിച്ച് നമുക്ക് ഈ ചർച്ച തുടരണ്ടേ? ശ്രീ ആനന്ദൻ പറയൂ. എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ മാർക്സിസ്റ്റുകാരെ കുറ്റം പറഞ്ഞോ, എന്ത് വേണോ ആക്ഷേപിച്ചോ, പക്ഷെ കേരളത്തെ ആക്ഷേപിക്കാമോ? കേരളത്തിലെ 3.25 കോടി മലയാളികളെ അവരുടെ സംസ്കാരത്തെ ആക്ഷേപിക്കാമോ? കേരളം കൈവരിച്ച നേട്ടങ്ങളൊക്കെ ഇല്ലെന്ന് പറയാൻ കൊള്ളാമോ? ലോകത്തിന് മുമ്പിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒട്ടേറെ കാര്യങ്ങളും മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം.
ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ, ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യത്തിൽ, ജനങ്ങൾക്ക് ഭൂമിയും കിടപ്പാടും സ്വന്തമാക്കിയ കാര്യത്തിൽ, എല്ലാ വീട്ടിലും വൈദ്യുതി എത്തിക്കുന്ന കാര്യത്തിൽ, എല്ലാ വീട്ടിലും കക്കൂസ് എത്തിക്കുന്ന കാര്യത്തിൽ, ഇതിലെല്ലാ കാര്യത്തിലും മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് ചെകുത്താൻ്റെ നാടാണെന്ന് അർത്ഥം വരുത്തുന്ന വിധത്തിൽ ദൈവം കൈവഴിഞ്ഞ നാടാണ് എന്ന് നിങ്ങളുടെ നേതാക്കൾ പ്രസംഗിച്ചതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? അതാണ് ഞാൻ ചോദിച്ചത്. അതിന് നിങ്ങൾ അഭിപ്രായം പറയൂ. ഞാൻ അതിനെ ആ അഭിപ്രായത്തെ ശക്തിയായി എതിർക്കുന്നു. ഇന്ത്യയുടെ പാർലമെൻറ്റിലെ പ്രസംഗം, അത് ഇന്ത്യയിലെ ചില ചാനലുകൾ അതെല്ലാം എടുത്ത് പ്രസിദ്ധീകരിക്കുക, ലോകം മുഴുവൻ ഈ കേരളത്തെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ളതിനെ മുഴുവൻ തിരുത്തി കുറിക്കാൻ, കേരളം ഇങ്ങനെ തകർന്നു തരിപ്പണമായ ഒരു നാടാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവ്വം നിങ്ങൾ പരിശ്രമിക്കുകയല്ലേ? ഇത് കേരളത്തിനെതിരല്ലേ? ആ കേരളത്തിൽ എങ്ങനെയാണ് BJPക്ക് വേറൊറ്റമുണ്ടാവുക? ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്തുണ നേടാൻ കഴിയുമോ? അല്ല മറുപടി പറയാറായെങ്കിൽ അദ്ദേഹത്തിനോട് മിണ്ടാതിരിക്കാൻ പറയും. അതല്ല, ഞാൻ ആ അവസരത്തിലേക്കാണല്ലോ വരുന്നത്. ഞാൻ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ അവസരത്തിലേക്കാണ് വരുന്നത്. ഇനി ശോഭാ സുരേന്ദ്രന്റെ ഉത്തരം പറയാം. അതെ, അല്ല, ഇവിടെ ഒരു കാര്യം എനിക്ക് ഇതിൽ കൂട്ടിച്ചേർത്ത് പറയണം. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു ഗൂഢാലോചന നടത്തുകയാണ്. എന്താ ഗൂഢാലോചന എന്നറിയുമോ? ശോഭാ സുരേന്ദ്രന്റെ നാമം നടക്കണം, രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം. നിങ്ങൾക്കറിയുമോ, ഈ ആനത്തലവട്ടം ആനന്ദന്റെ പാർട്ടിയുടെ ഒത്താശയോട് കൂടിയിട്ട് കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് എനിക്കെതിരെ എൻ്റെ തലയും ഒരു നഗ്ന ശരീരമുള്ള ഒരു സ്ത്രീയുടെ ശരീരവും ചേർത്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ 5 ദിവസം മുമ്പ് IG-ക്ക് പരാതി കൊടുത്തു, നടപടിയില്ല. അത് കഴിഞ്ഞ് ഇന്നലെ DGP-ക്ക് പരാതി കൊടുത്തു, നടപടിയില്ല. എന്താ കാരണമെന്നറിയുമോ? എങ്ങനെയെങ്കിലും ഒന്ന് ശോഭാ സുരേന്ദ്രന്റെ ശബ്ദത്തെ ഇല്ലാതാക്കി കളയണം. ഈ ചർച്ചയിൽ ഇപ്പൊ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാണല്ലോ ആനത്തലവട്ടം ആനന്ദൻ സംസാരിച്ചത്. അവർ ആരെയും പറയാൻ സമ്മതിക്കില്ല. എന്നോട് ഹർഷൻ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു സഹിഷ്ണുതയില്ലാതെ ഇരിക്കുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കണം. ആനത്തലവട്ടം ആനന്ദന്റെ പാർട്ടി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഗൂഢാലോചനയിലാണ്. പക്ഷേ ഈ പരിപ്പൊന്നും അങ്ങനെ വേവിക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഉത്തരത്തിലേക്ക് വരാം. സംസ്ഥാനത്തെ CPM ഒറ്റക്കെട്ടായി ശോഭാ സുരേന്ദ്രനെതിരെ ഗൂഢാലോചനയിലാണ് എന്ന ആരോപണത്തിന് തീർച്ചയായും ശ്രീ ആനത്തലവട്ടം ആനന്ദൻ മറുപടി നൽകും. നമുക്ക് ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം അടക്കം, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയം അടക്കമുള്ള വിഷയങ്ങൾക്കുള്ള മറുപടിയിലേക്ക് വരാം. ഈ കേരളത്തിലെ 3.5 കോടിയിൽ പരം വരുന്ന ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടിനെ ചെകുത്താന്റെ നാടാക്കി മാറ്റാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനലുകൾ, ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഞാനും ശ്രീ ജയരാജനും ഒരുമിച്ച് ഒരു ചർച്ചയിലുണ്ടായിരുന്നു. ഞാൻ ജയരാജനോട് ചോദിച്ചു, ഞങ്ങൾ 10 സ്ഥലത്ത് പ്രസംഗിക്കാം, സമാധാനം വേണം, ഇനിയെങ്കിലും കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിൽ ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. താങ്കൾ 2 സ്ഥലത്ത് പ്രസംഗിക്കാൻ സാധിക്കുമോ? അതിന്റെ ക്ലിപ്പിംഗ്സ് വേണമെങ്കിൽ ഈ ചർച്ച കഴിഞ്ഞ് ഞാൻ ഹർഷൻ അയച്ചു തരാം. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. ശ്രീമാൻ ജയരാജൻ മിണ്ടിയില്ല. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഈ കൊലപാതകങ്ങൾ മുഴുവൻ നടത്തുന്നത് കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള ജില്ലാ സെക്രട്ടറി ആയ താങ്കളുടെ തലച്ചോറാണ്, ബുദ്ധിയാണ്. അത് ചായക്കടയിൽ പോയി കണ്ണൂർ ജില്ലയിൽ CPM-കാർക്ക് അല്ലെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടിയുള്ള മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ്? അതുകൂടി പറയണമല്ലോ. ഈ കേരളത്തിന്റെ മണ്ണിൽ എന്റെ ചോദ്യം, ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPIM-നോട് സമാധാന നിങ്ങൾ നടത്തുന്ന കൊലപാതകങ്ങളെ കുറിച്ചുള്ള ഓരോ വാക്കുകളിൽ നിന്ന് നിങ്ങൾ വഴുതുകയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ PM സുരേഷ് ബാബു, ഈ ഒരൊറ്റ വിഷയമാണ്. ഈ വിഷയത്തിൽ ഞാൻ ഉത്തരം പറയാൻ പാടില്ല. അല്ലല്ല, ഞാൻ ഏറ്റവും കൂടുതൽ അവസരം തന്നിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. അത് പറയരുത്. ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സമയം അനുവദിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. എല്ലാ ഉത്തരവും മുഴുമിപ്പിക്കാനുള്ള അവസരം ശോഭാ സുരേന്ദ്രൻ നൽകി കഴിഞ്ഞു. ഇതുവരെ ഈ ചർച്ചയിൽ ഒരു തരത്തിലും ശോഭാ സുരേന്ദ്രനെ തടസ്സപ്പെടുത്തിയിട്ടില്ല. ഉത്തരങ്ങൾ വഴിമാറിപ്പോകുമ്പോൾ തിരിച്ചു ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ആ ആരോപണം ഉന്നയിക്കരുത്, ദയവ് ചെയ്ത് ആ ആരോപണം ഉന്നയിക്കരുത്. ഞാൻ തിരിച്ചു വരാം ശോഭാ സുരേന്ദ്രനിലേക്ക്. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ ഒരു 4 ചോദ്യം ആനത്തലവട്ടം ആനന്ദനോട് ചോദിക്കുമ്പോ എന്നോട് 16 ചോദ്യം ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരം പറയാനുള്ള സമയം എന്ന് മറുപടി പറഞ്ഞാൽ ആ മറുപടി കിട്ടാൻ വേണ്ടി എനിക്ക് ഇടയ്ക്ക് ഇടപെടേണ്ടി വരും, ഇടയ്ക്ക് ചോദ്യം ആവർത്തിക്കേണ്ടി വരും. അതൊക്കെ കൊണ്ടാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, മറ്റുള്ളവർക്ക് ചർച്ചയിൽ പങ്കെടുക്കണം. ഞാൻ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ശ്രീ PM സുരേഷ് ബാബു, ആ 59 ആവർത്തിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് കേവല പ്രഖ്യാപനമല്ല.
ഇത് കൃത്യമായ ബോധ്യത്തിൻ്റെ തുടർച്ചയാണ്, കൃത്യമായ പദ്ധതിയുടെ തുടർച്ചയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം താങ്കളോട് ചോദിച്ചത്. ഇതിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിരോധത്തിലേക്ക്, അതിനെതിരായ ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാരോ CPM പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, CPM-നെ കുറിച്ച് എൻ്റെ ആക്ഷേപം ഇതാണ്. അവർക്ക് ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കാനും അതുവഴി ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. ജെറ്റ്ലിയാണ് വരുന്നത്, അരുൺ ജെറ്റ്ലി അത് നോട്ട് ലെസ് ദൻ എ പേഴ്സൺ, ഐദർ സെക്കൻഡ് ഓർ തേർഡ് ഇൻ ദ ക്യാബിനറ്റ്. പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാലുള്ള രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആളാണ്. 2ഓ 3ഓ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട വിഷയമാണ്. അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതിനും പുറത്ത് ഇന്ത്യ കാണുന്ന ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനും കൂടിയാണ് അദ്ദേഹം. അത്തരമൊരാൾ കേരളത്തിലേക്ക് വരുന്നു എന്ന് വന്നാൽ അതോ ഏത് സാഹചര്യത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ്, ഇന്ത്യയുടെ ധനവകുപ്പ്, ഈ ഒരു സെക്കൻഡ് വീട്ടിൽ പോലും വിശ്രമിക്കാൻ ഇല്ലാത്ത ഒരു മന്ത്രിയെ കേരളത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് ഈ ഗൂഢലക്ഷ്യങ്ങൾ നടപ്പാക്കുവാൻ, അത് ശാസ്ത്രീയമായി നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. വളരെ ശാസ്ത്രീയമായി നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കാൻ CPM-ന് കഴിഞ്ഞു എന്ന വിശ്വാസം എനിക്കില്ല. CPM പാർട്ടിക്കോ CPM-ന്റെ ഗവൺമെന്റിനോ അതിൻ്റെ ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ വീണ്ടും ഇപ്പോൾ പൊതുവേദിയിലും പൊതുയോഗങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നത് പോലെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ശാസ്ത്രീയമായി നേരിടണം. അതിലേക്ക് CPM വരുന്നില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളും കേട്ട് കാണുമല്ലോ, 59 ആവർത്തിക്കും എന്ന് വ്യക്തമായി പറയുന്നു. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം RSS നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ താങ്കൾ വിചാരിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഇത് കേരളത്തിൽ നടപ്പുള്ള കാര്യമല്ല എന്ന ചിന്ത ഇനി വേണ്ട, അതിലേക്ക് തന്നെയാണ് പോകുന്നത്. അല്ല, ഇപ്പം രാഷ്ട്രപതി ഭരണം നടത്തുന്നത് അവരാദ്യം പറയേണ്ടത് എന്തുകൊണ്ട് രാഷ്ട്രപതി ഭരണം, അതിനെന്താണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, അതിന് മാത്രം ഒരു ഭീകരാവസ്ഥ, അതിന് മാത്രം ഒരു അടിയന്തരാവസ്ഥ കേരളത്തിലുണ്ടോ? എവിടെയാണ് കാണിക്കാൻ പറ്റുക ഇങ്ങനെ ഒരു ഭീകരാവസ്ഥ കേരളത്തിലുണ്ടെന്ന്? എനിക്ക് മനസ്സിലാവുന്നേയില്ല. സാധാരണ ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ അംഗീകരിക്കും എന്ന്. അത് എന്ത് കണക്ക് അടിസ്ഥാനത്തിലാണ് അത് പറയുന്നേ? അങ്ങനെയാണെങ്കിൽ BJPക്ക് വോട്ട് കൂടണ്ടേ? നിങ്ങൾ ജനാധിപത്യപരമായിട്ട് ബാലറ്റ് ബോക്സിലൂടെ വോട്ട് പെട്ടിയിലൂടെ അധികാരത്തിൽ വരാൻ ശ്രമിക്കണം. അല്ലാതെ ഇടവഴിയിൽ കൂടിയും കുറുക്ക് വഴിയിൽ കൂടിയും അല്ല അധികാരത്തിൽ വരേണ്ടത്. ഓട് പൊളിച്ചല്ല മുഖ്യമന്ത്രി ആവേണ്ടത്. ബാലറ്റ് പെട്ടിയിലൂടെ ജനങ്ങളുടെ സർവാത്മനായുള്ള പിന്തുണ നേടി അധികാരത്തിലെത്തണം. അല്ലാതെ കുറുക്ക് വഴി പാടില്ല ജനാധിപത്യത്തിൽ. അത് ഇപ്പോൾ അക്രമ സംഭവം തീർച്ചയായിട്ടും CPM-ന് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രൻ്റെ ചിത്രം മോർഫ് ചെയ്ത് ഇൻ്റർനെറ്റിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നു എന്ന്. ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ബാധ്യതയും ഗവൺമെൻറ്റിനുണ്ട്, കേരളത്തിലെ പോലീസിനുണ്ട്. അത് കണ്ടുപിടിക്കണം എന്ന കാര്യത്തിൽ ഞാൻ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സ്ത്രീത്വത്തിൻ്റെയും സ്ത്രീ സംരക്ഷണത്തിൻ്റെയും ഒക്കെ വിഷയമാണ്. അതിന് കേരളം വലിയ മുൻഗണന കൊടുക്കണം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഗവൺമെൻറ് അടിയന്തരമായിട്ട് തന്നെ അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ മറിച്ച് നാളെ ഇവിടെ അതുകൊണ്ടും കൊലപാതകങ്ങൾ കൊണ്ടും കേരളത്തിൽ അടിയന്തരമായിട്ട് രാഷ്ട്രപതി ഭരണം വേണമെന്ന് ദേശീയ തലത്തിൽ പ്രചാരണം നടത്തുമ്പോൾ അത് കേരള ജനതയ്ക്കെതിരെയുള്ള പ്രചാരണമാണ്, കേരള സമൂഹത്തിനെതിരെയുള്ള പ്രചാരണമാണ്. ഇവിടെ അങ്ങനൊരു സ്ഥിതിവിശേഷമില്ല, ഇവിടെ അങ്ങനൊരു അടിയന്തരമായ സാഹചര്യമില്ല, ഇവിടെ അങ്ങനൊരു ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നില്ല. അതാണ് സത്യം. ഇവിടെ വളരെ സമഗ്രം ഞാൻ പറയട്ടെ, ഇവിടെ BJP ഭരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും CPM-ന്റെ നേതൃത്വത്തിലും വന്നിട്ടുള്ള ഗവൺമെന്റുകൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ്. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഇതെല്ലാം നമുക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ താങ്കളെ പോലെയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം ഈ വിഷയങ്ങൾ എന്താണ് പക്ഷം പിടിക്കാത്ത കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കാര്യങ്ങൾ ഇങ്ങനെ ജനത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. കേരളത്തിലെ ജനത്തിനും ഒരുപക്ഷെ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടും. പക്ഷേ ദേശീയ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ ഈ സംസ്ഥാനത്തിനുണ്ടാവുന്ന അപമാനം എങ്ങനെയാണ് ഇല്ലാതാക്കാൻ കഴിയുക? കാരണം ആ നിലയ്ക്കാണ് കേരളത്തിന് വെളിയിൽ പ്രചാരണ പ്രവർത്തനം നടത്തുന്നത്. താങ്കൾ ഇന്ത്യ ടുഡേയിൽ വർക്ക് ചെയ്ത ആളാണല്ലോ. ഈ കേരളത്തിന് ഏറ്റവും മികച്ച ക്രമസമാധാന നില പാലിക്കുന്ന സംസ്ഥാനത്തിനുള്ള അവാർഡ് കൊടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യ ടുഡേ. ആ ഇന്ത്യ ടുഡേ തന്നെ പറയുകയാണ് ഇപ്പോൾ കില്ലിംഗ് ഫീൽഡ്സ് ആണ് കേരള എന്ന്. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ മറികടക്കാനാവുക?
തീർച്ചയായിട്ടും അത് കുറഞ്ഞ വർഷം നമുക്ക് കേരളക്കാർക്കെങ്കിലും അറിയാമല്ലോ. ഡൽഹിയിലും മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ലോകമെങ്ങും മലയാളികളുണ്ടല്ലോ. ഇതിനെതിരെ ശക്തമായ പ്രചാരണമാണ് BJP നടത്തുന്ന പ്രചാരണമാണ്. ഞാൻ പ്രചാരണം എന്ന നിലയ്ക്ക് ഞാനിതിനെ കുറ്റപ്പെടുത്തുന്നില്ല. പ്രചാരണം നടത്തുക രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ കടമയാണ്, അവരുടെ ആവശ്യമാണ്. പക്ഷേ അതൊരു പദ്ധതിയുടെ ഭാഗമാണ്, അതൊരു പദ്ധതിയുടെ ഭാഗമാണ്. അത് മനസ്സിലാക്കാൻ ജനങ്ങൾക്കറിയും, അത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയുമല്ലോ, യാതൊരു സംശയമില്ല. കുറഞ്ഞ പക്ഷം കേരളത്തിൽ 3.25 കോടി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണിത്, കുറച്ച് BJPക്കാർ ഒഴികെ. കാരണം അവരുടെ പ്രചാരണം അവർക്ക് ഭരണത്തിലെത്താൻ വേണ്ടി, അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അവർ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണിത്. അത് ദുഷ്പ്രചാരണമാണ്, അത് കള്ളപ്രചരണമാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനും മാത്രമുള്ള അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നില്ല. ഇവിടെ തികഞ്ഞ സമാധാന അന്തരീക്ഷമാണുള്ളത്. RSSകാരനെ കൊന്നിട്ട് 12 നേരം വെളുക്കുന്നതിന് മുൻപ് അവരെ മുഴുക്കെ മലയിലാക്കി കേരളത്തിൽ CPMന്റെ ഗവൺമെൻറ് നയിക്കുന്ന പോലീസ്. അങ്ങനത്തെ ശക്തമായ പോലീസ് സംവിധാനം ഉള്ള നാടാണ് കേരളം. ഇവിടെ ക്രമസമാധാന പ്രശ്നം ഒന്നുമേ ഇല്ല എന്ന് ഉറക്കെ പറയാൻ തന്നെയാണ് ഞാൻ. തീർച്ചയായും. പക്ഷേ ശ്രീ ആനത്തലവട്ടമാനന്ദൻ, എല്ലാ ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ കില്ലിംഗ് ഫീൽഡ് എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് കേരളത്തെ ഈ നിലയ്ക്ക് അപമാനിക്കുകയാണ്. ഈ സ്ഥിതിവിശേഷം സ്വാഭാവികമായും ഒരു അജണ്ടയുടെ ഭാഗമാണ്. അതങ്ങനെ അത് പദ്ധതിയിട്ട് വരുത്തി തീർത്തിരിക്കുന്നതുമാണ്. കാരണം ഇവിടെ കൊല്ലപ്പെടുന്ന RSSകാരൻ്റെ വീട്ടിൽ തീർച്ചയായും ആ ക്യാമറകൾ എത്തുന്നുണ്ട്. പക്ഷേ കൊല്ലപ്പെടുന്ന മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ വീട്ടിൽ ആ ക്യാമറകൾ എത്തുന്നില്ല. ഏകപക്ഷീയമായി നടക്കുന്ന കൊലപാതകങ്ങളിൽ നിന്ന് BJP നേതാക്കളുടെ വാദത്തെ സാധൂകരിക്കുന്ന തരത്തിൽ ആ വിഷയങ്ങളെ അവതരിപ്പിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ ദേശീയ തലത്തിൽ ഈ വിഷയങ്ങളെ പ്രതിരോധിക്കാൻ കേരളത്തിന് കഴിയും? കേരളത്തിനെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം അത് ഞങ്ങൾ ഈ കള്ളപ്രചാരം വരെ പൊളിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാം. ഇവിടെ ഏത് പത്രങ്ങളെയൊക്കെ നാഷണൽ ഡെയിലീസിനെ, നാഷണൽ മീഡിയാസിനെ പലതിനെയും വിലക്കെടുത്തുകൊണ്ട് അവരെ ഉപയോഗിച്ചിട്ടാണ് ഈ നുണപ്രചരണം അഴിച്ചുവിടുന്നത്. ആ നുണപ്രചരണത്തിൽ തന്നെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ 2000 മുതൽ 2017 വരെ നടന്ന കൊലപാതകങ്ങളിൽ 65 RSSകാർ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ CPMകാർ 86 പേർ കൊല ചെയ്യപ്പെട്ടു. കോൺഗ്രസ്സുകാർ 11 പേർ കൊല ചെയ്യപ്പെട്ടു. മുസ്ലിം ലീഗുകാർ 11 പേർ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെടുന്നവർ ഈ കൊലപാതകത്തിൽ വന്നിട്ടുണ്ട്. RSSനേക്കാൾ കൂടുതൽ കൊല ചെയ്യപ്പെട്ടത് CPMകാരാണ്. അതിൻ്റെ ഉത്തരവാദിത്വം അവരേൽക്കുന്നില്ല. ഒരു പാർട്ടിയിലുള്ള ഒരാളും കൊല ചെയ്യപ്പെടാൻ പാടില്ലെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കൊലപാതകങ്ങൾ മാത്രമല്ലോ, ക്രമസമാധാന തകർച്ച എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ ആളുകൾ ചേർന്ന് നിരപരാധിയായ മനുഷ്യനെ പട്ടാപ്പകൽ നടു റോഡിൽ തല്ലിക്കൊല്ലുന്ന സംഭവങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളില്ലേ BJP ഭരിക്കുന്നിടത്ത്? അവിടെ ഒന്നും ഇടപെടലില്ലല്ലോ. രാജ്നാഥ് സിംഗ് പോണില്ലല്ലോ, അവിടെ എങ്ങും പോയി ഭവന സന്ദർശനം നടത്തുന്നില്ലല്ലോ. രാജ്നാഥ് സിംഗ് വരുന്നതിനകത്തൊരു ലക്ഷ്യമുണ്ട്. ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടന്ന RSSകാർക്ക് അവർക്കൊരു പ്രചോദനം നൽകാൻ ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ 356 പ്രയോഗിക്കും. അവർക്കുള്ള പ്രചോദനമല്ല. ഒരുപക്ഷെ സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് പോലും ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ്. കാരണം അതിനേക്കാൾ കൃത്യമായ പദ്ധതി അമിത്ഷായ്ക്കുണ്ട്, അതിനേക്കാൾ കൃത്യമായ പദ്ധതി ഇവരുടെ ദേശീയ നേതൃത്വത്തിനുണ്ട്. അതാണ് നടക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ ശോഭാ സുരേന്ദ്രനെ അടക്കം ആവേശം കൊള്ളിക്കാനുള്ള ഒരു വരവല്ല അത്. അതെ, അവരിപ്പോൾ ഓരോ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ചോദിട്ടെ, ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ, വിശേഷിച്ച് രാജീവ് ഗാന്ധിയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആളുടെ മകൻ രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ ചെന്നിട്ട് അവിടെ ഒരു പ്രളയബാധിത പ്രദേശം സന്ദർശിച്ചിട്ട് വരുമ്പോൾ അയാളെ ആക്രമിക്കുന്ന ജനാധിപത്യം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, തീർച്ചയായും അത് പറയാതെ പോകാൻ കഴിയില്ല. ക്രമസമാധാന നിലയുടെ തകർച്ചയെ കുറിച്ച് പറയുമ്പോൾ അത് പറയാതെ പോകാൻ കഴിയില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, രാഹുൽ ഗാന്ധി ആരാണ്? രാഹുൽ ഗാന്ധി ആക്രമിക്കപ്പെടുകയാണ്. ആ സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിട്ടില്ലേ? BJPയുടെ ജില്ലാ നേതാവിനെ പിടികൂടിയിരിക്കുകയാണ്. ഏത് BJPയുടെ സർക്കാർ തന്നെ. ആ സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിട്ടില്ല. എന്തായാലും കേരളത്തിൽ ആ അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഗുജറാത്തിൽ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ കാറിന് കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പിടികൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ക്രമസമാധാന നില തകർന്നു എന്നാണ് ഹർഷം പറയുന്നതെങ്കിൽ അല്ലല്ല
അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. ഹർഷന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഹർഷൻ ആനത്തലവട്ടം ആനന്ദം പറയുമ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചതിനാണ് ഉത്തരം അദ്ദേഹം പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഞാൻ ചോദിച്ചതിനാണ് ഉത്തരം പറയുന്നത്. അതുകൊണ്ടാണ് എന്തായാലും പറഞ്ഞോളൂ, ഞാൻ സമയം തരികയാണ്. കാരണം പറഞ്ഞോളൂ. ചോദിച്ചതിന് തന്നെയാണ് ഞാൻ ഉത്തരം പറയുന്നത്. 18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തത് ക്രമസമാധാന പ്രശ്നമല്ല അല്ലേ? ഹർഷൻ അതൊരു പ്രശ്നമല്ല. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുന്നു. കണ്ണൂർ ജില്ലയിൽ ഈ പറയുന്ന ജനാധിപത്യമൊന്നുമില്ല അല്ല, കണ്ണൂർ ജില്ലയിൽ ഈ പറയുന്ന ജനാധിപത്യമൊന്നുമില്ല. ഇനി ഞാൻ പറയട്ടെ, ഇവിടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ ആ സമാധാന ചർച്ച നടന്നു കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പറയേണ്ടത് ഇങ്ങനെയാണോ? വരട്ടാൻ നോക്കണ്ട. മംഗലാപുരത്ത് പോയിട്ട് എന്താ പ്രസംഗിച്ചത്? ഇന്ദ്രനും ചന്ദ്രനെയും ഞാൻ ഭയപ്പെട്ടിട്ടില്ല, RSSകാരൻ ഊരിപ്പിടിച്ച കത്തിയുടെ മുന്നിലൂടെ നടന്നു നീങ്ങിയ ആളാണ് ഞാൻ. ഇതാണോ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഷ? ഇങ്ങനെയാണോ അദ്ദേഹം സംസാരിക്കേണ്ടത്? നേരെ മറിച്ച് ഞങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് കത്തി നിങ്ങൾ താഴെ വെക്കി മാർക്സിസ്റ്റ് പാർട്ടി. ഞങ്ങൾ താഴെ വെച്ചിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യൂ. എന്ത് പ്രതിരോധം ഉണ്ടായിട്ടുണ്ട്? ഞങ്ങൾ ആരെയും അങ്ങോട്ട് കയറി കൊലപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കയ്യും കെട്ടിയിരുന്നാൽ കണ്ണൂരിൽ ഞങ്ങളുടെ അമ്മമാർക്ക് മക്കളുണ്ടാകില്ല മിസ്റ്റർ ഹർഷൻ. ഇത്തരം വെല്ലുവിളികൾക്ക് ഈ വേദി ഇത്തരം വെല്ലുവിളികൾക്ക് കൊലവിളികൾക്ക് അനുവദിക്കാനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, സ്ത്രീധന പീഡന മരണങ്ങൾ ഏറ്റവും കുറവ് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. പട്ടികജാതിക്കാർക്കെതിരായ കലാപങ്ങളും കൊലപാതകങ്ങളും ഏറ്റവും കുറവ് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. കസ്റ്റഡി മരണങ്ങൾ ഏറ്റവും കുറവ് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. കലാപങ്ങൾ ഏറ്റവും കുറവ് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇതെല്ലാമാണ് കേരളം. ആ കേരളത്തെ കുറിച്ച് അഭിമാനമുണ്ട്, ഒരു സംശയവും വേണ്ട. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി ശോഭാ സുരേന്ദ്രനും ശ്രീ ആനത്തലവട്ടം ആനന്ദനും ശ്രീ PM സുരേഷ് ബാബുവിനും ശ്രീ ജേക്കബ് ജോർജിനും നന്ദി.